അഡ്വക്കേറ്റ് ടി.എസ്. മായാദാസ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങേക്ക് തോന്നുന്നത്? എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. പേര് മാറ്റിയത് കൊണ്ട് പോലീസുകാരുടെ സ്വഭാവം മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ജനമൈത്രി പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളതാണ്. പല ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ, വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? സത്യം പറഞ്ഞാൽ മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ പുതിയ പദ്ധതിയെ ഞാൻ സ്വാഗതം ചെയ്യുക. പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മർദ്ദന ഉപാധിയാണ് എന്ന് ധരിച്ച ആളുകളുണ്ട്. അതിൽ പോലീസുകാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ഭൂപ്രഭുക്കളുണ്ട്, അതുപോലെ സമൂഹത്തിലെ ദല്ലാൾമാരുണ്ട്. അവരെല്ലാം ധരിച്ചിരിക്കുന്ന ഒരു സാധനം തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാനുള്ള എന്തോ ഒന്നാണ് പോലീസ് എന്നാണ്. ആ ഇംഗിതങ്ങൾക്ക് വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്തതിന്റെ അനുഭവങ്ങൾ മുൻകാലങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ട്. 1975 മുതൽ 77 വരെ ഇന്ത്യ നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥയുടെ തിക്തഫലങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. പോലീസിന് ഏറ്റവും അറ്റ്മോസ്റ്റ് ആയ പവർ കിട്ടിയത് അടിയന്തരാവസ്ഥ കാലത്താണ്. നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. സ്വാഭാവികമായും അച്ചടക്കത്തിന് വേണ്ടിയാണ് പോലീസിന് അധികാരം കൈമാറിയത്. ആ അധികാരത്തെ പല പോലീസുകാർ ദുരുപയോഗം ചെയ്തു എന്ന് പറയാതിരിക്കാൻ വയ്യ. പലരും അക്കാലത്ത് അച്ചടക്കങ്ങളെ ന്യായീകരിക്കാറുണ്ട്. ഓഫീസുകളിൽ കൃത്യസമയത്ത് ആളുകൾ എത്തിയിരുന്നു, കൃത്യമായി ഫയൽ മൂവ് ചെയ്തിരുന്നു, കൃത്യമായി സർക്കാർ സംവിധാനം പ്രവർത്തിച്ചിരുന്നു, ഉത്തരം കിട്ടിയിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അടിയന്തരാവസ്ഥയുടെ നല്ല ഫലങ്ങൾ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ തിക്തഫലം എന്ന് പറയുന്നത് പോലീസിനെ കയറൂരി വിട്ട മാതിരിയായിരുന്നു. അക്കാലത്തെ കോൺഗ്രസ് വിരുദ്ധരായ ആളുകളെ മുഴുവൻ, അതായത് അതിൽ RSS ഉണ്ടാവും, അക്കാലത്തെ ജനസംഘം ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, അവരെല്ലാവരെയും, അക്കാലത്തെ ജനതാ പാർട്ടിക്കാർ എല്ലാവരെയും ജയിലിലടച്ച് അവരെല്ലാം അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരാക്കിയാണ് ആ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. പക്ഷേ പിന്നീടാണ് നല്ലൊരു പോലീസിങ്, ബെറ്റർ പോലീസിങ് എന്ന് പറയുന്ന ഒരാശയം കടന്നു വന്നത്. വാസ്തവത്തിൽ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് കൺസെപ്റ്റ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷേമരാഷ്ട്രം. പോലീസ് എന്ന് പറയുന്നത് മർദ്ദനോപാധിയല്ല. നിങ്ങൾ ഇംഗ്ലണ്ടിൽ ചെന്നാൽ കാണാൻ കഴിയുക എല്ലാവരും സർ എന്നാണ് വിളിക്കുക പോലീസുകാർ. ആരെ? സിറ്റിസനെ, പൗരനെ സർ എന്നാണ് വിളിക്കുക. ഇവിടെ നമ്മൾ പോലീസുകാരനെ സർ എന്ന് വിളിക്കും. ഇവിടെ പോലീസുകാരുടെ മുമ്പിൽ നമ്മൾ ഓച്ചാനിച്ച് നിൽക്കും. ഞാൻ നിയമപാലകരെ പേടിക്കണ്ട എന്നല്ല പറഞ്ഞൊരു അഭിപ്രായം. അപ്പൊ പോലീസിംഗിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണം. പഴയ 5 രൂപ പോലീസ് അല്ല, പോലീസിന് മാറ്റം വന്നു. പോലീസിൽ എന്താണ് ഗുണപരമായ മാറ്റം വന്നത്? കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ, വിദ്യാസമ്പന്നരായ ആളുകൾ പോലീസിലേക്ക് കടന്നു വന്നു. ഓരോ തവണ പാസിംഗ് ഔട്ട് പരേഡ് കഴിയുമ്പോഴും എഞ്ചിനീയറിംഗ് ബിരുദധാരികളും MBA ബിരുദധാരികളും അതുപോലെ കൊമേഴ്സ് ബിരുദധാരികളും എല്ലാം കൂടുതലായി പോലീസിലേക്ക് വരാൻ തുടങ്ങി. സ്വാഭാവികമായും പോലീസിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടു. സൈബർ രംഗത്ത് പോലീസ് ശക്തമായ സാന്നിധ്യം പ്രകടിപ്പിച്ചു. കുറ്റകൃത്യങ്ങളെ ഇടപെടുന്നതിലും നേരിടുന്നതിലും അവയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിലും പോലീസ് വളരെ ശക്തമായി ഇടപെട്ടു തുടങ്ങി. എവിടെ പോയി പ്രതി ഒളിച്ചാലും അവനെ പിടിക്കാവുന്ന രീതിയിൽ ഡൽഹി പോലീസിനെയും മുംബൈ പോലീസിനെയും കടത്തിവെട്ടാവുന്ന രീതിയിൽ കേരള പോലീസ് ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ചു. എന്നാലും പോലീസിലെ ചില ആളുകൾ പഴയ രീതിയിൽ ഈ പോലീസിനെ കണ്ട ആളുകളുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. രക്ഷാപ്രവർത്തനമെല്ലാം അതിന്റെ ഭാഗമായിരുന്നു. തല തല്ലിപ്പൊളിക്കുക, ചെടിച്ചണ്ടി കൊണ്ട് തലക്കടിക്കുക, കിട്ടിയതെടുത്ത് തലക്കടിക്കുക, പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊല്ലുക, മുളക് പൊടി തേക്കുക, കാലിന്റെ അടിയിലടിക്കുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ. പോലീസിന് വാസ്തവത്തിൽ അവർ ചെയ്യുന്ന ഈ പണിഷ്മെന്റ് കൊണ്ടാണ് ആളുകൾ കുറെയൊക്കെ നിയമം പാലിക്കുന്നതെന്ന കാര്യം തെറ്റില്ല. നമ്മുടെ സംസ്കാരം മാറേണ്ടിയിരിക്കുന്നു, നമ്മുടെ കൾച്ചർ മാറേണ്ടിയിരിക്കുന്നു, നമ്മുടെ രീതികൾ മാറേണ്ടിയിരിക്കുന്നു, നമ്മൾ കൂടുതൽ ഉയർന്ന നിലവാരത്തിലെത്തും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താ? അതിക്രൂരമായ ആളുകൾ നിയമം കയ്യിലെടുക്കുകയാണ്. കേരളമൊക്കെ വളരെ വിഭിന്നവും വ്യത്യസ്തവുമാണ്. ഞാൻ പലപ്പോഴും അതിഥി തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, അവിടെയൊക്കെ ജംഗൽ രാജാണ് നടക്കുന്നത്. പൈസ ഉള്ള ഒരുത്തൻ ഗുണ്ട, അവന് നാട്ടിലെ അധികാരിയാണ്, അവൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ആരെ വേണമെങ്കിൽ ബലാത്സംഗം ചെയ്യാം. കേരളത്തിൽ അങ്ങനെയല്ല സ്ഥിതി. കേരളത്തിൽ കുറെ കൂടെ ബെറ്ററായ അവസ്ഥയാണ്. മനുഷ്യാവകാശങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. ഒരു ചെറിയ വിഷമം കണ്ടാൽ പോലും ഇടപെടുന്ന ഒരു നാടാണ് കേരളം. അപ്പൊ കേരളത്തിൽ SHOമാരുടെ രീതിയിൽ ആ CIമാരെ SHOമാരൊക്കെ വരും. അതിനൊരു ഗുണമുണ്ടായത് ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കൂടുതൽ കർമ്മശേഷി ഉണ്ടാക്കാൻ കഴിയും. അതൊരു നല്ല പരീക്ഷണമായിരുന്നു. പക്ഷേ
അവരെ കൊണ്ട് എല്ലാത്തിനും എത്താൻ കഴിയുന്നില്ല എന്ന് വന്നപ്പോ ഒരു ദൈനംദിന കാര്യങ്ങളിൽ ഈ SHOക്ക് പങ്കുവഹിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ അവർക്ക് ഓടിയെത്താൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ക്രമസമാധാന പാലനവും ദൈനംദിന ചുമതലയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായപ്പോഴാണ് പോലീസ് സ്റ്റേഷന്റെ ചുമതല വീണ്ടും SIക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജനമൈത്രി പോലീസ് ആദ്യമേ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ജനമൈത്രി വളണ്ടിയർമാരുണ്ടായിരുന്നു. കുറച്ചു കാലമായിട്ട് ഇടയിൽ നിന്നുപോയിരിക്കുകയായിരുന്നു. അത് ആ ജനമൈത്രി വളണ്ടിയർമാരെ കൂടുതൽ സജീവമാക്കണം. അതാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. എന്റെ പോലീസ് സ്റ്റേഷൻ, ആ കൺസെപ്റ്റ് ഫലപ്രദമായാൽ എനിക്ക് പോലീസ് സ്റ്റേഷന് ധൈര്യമായി പരാതി കൊടുക്കാൻ വേണ്ടി ചെല്ലാം. ആ പരാതി കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും അപ്പൊ തന്നെ റെസിപ്റ്റ് തരും. എന്നോട് മാന്യമായി പെരുമാറും. അവിടെ ഇരിക്കാനുള്ള സൗകര്യം, കുടിക്കാനുള്ള വെള്ളം, പുറത്ത് കാത്തു നിൽക്കാനുള്ള വെയിറ്റിംഗ് ഏരിയ, കുട്ടികൾക്ക് പാല് കൊടുക്കാനുള്ള സ്ഥലം, ഫീഡിംഗ് റൂം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പോലീസ് സ്റ്റേഷനുകൾ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാവുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഒരുപാട് നല്ല പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ ഈ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾ. ആ പരിപാടികളുടെ ഒരു തുടർച്ചയായിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ. പേര് മാറ്റം മാത്രമല്ല, അടിമുടി മാറുകയാണ് പോലീസ് സേന. അവർക്ക് കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ മാതിരി ജാർഖണ്ഡിലെ മാതിരി ഒന്നും പെരുമാറരുത് എന്ന്. കല്ലറ്റുകളും ഗണ്ണുകളുമായിട്ട് പ്രതിഷേധക്കാരെ നേരിടുകയും ആ രീതിയിൽ ആക്രമിക്കുകയും അതിഭീകരമായ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പോലീസ് കൂടുതൽ ജനകീയമാവുകയാണ്. രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന 2 മൂവ്മെന്റ്സ് വളരെ നല്ലതായിരുന്നു. ഓപ്പറേഷൻ തൂഫാനും അതുപോലെ ഓപ്പറേഷൻ വിജിലൻസിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഈ രണ്ടും ഏറ്റവും നല്ല ശ്രദ്ധേയമായി. അഴിമതിക്കാരെ പിടിക്കാനും മയക്കുമരുന്ന് മാഫിയ തളയ്ക്കാനും വേണ്ടിയുള്ള ശ്രമം 100% വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു 50% ഈ കേരളീയ സമൂഹത്തിലെ ആളുകൾക്ക് തങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധം വരുത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതിൽ അഭിനന്ദനാർഹമായ കാര്യമാണ്. മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഇടപെടുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ഭരണകക്ഷിയുടെ ആളുകൾ തന്നെയുണ്ട്. അവരെ പുറത്താക്കേണ്ട സാഹചര്യം വന്നു. എന്തുകൊണ്ട്? ഓപ്പറേഷൻ തുഫാൻ വന്നതുകൊണ്ട്. ആർക്കും ഭരണത്തിന്റെ പിൻബലത്തിൽ മയക്കുമരുന്ന് കച്ചവടം നടത്താൻ പറ്റില്ല, അല്ലെ? നാർക്കോട്ടിക് ബിസിനസ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ കഴിഞ്ഞ സിനിമാ ഡയലോഗ് ജനങ്ങളുടെ പ്രവർത്തിയിലേക്ക് കൊണ്ടുവരാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. സ്വാഭാവികമായും ആ ഇച്ഛാശക്തി മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനെന്ത് വേണം? പോലീസുകാർ ഉയർന്ന നിലവാരം പുലർത്തണം. ഉയർന്ന നിലവാരം. രമണ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നല്ല പോലീസിംഗ് ആണ് ഈ നാട്ടിൽ നടക്കുന്നത്. കേരളത്തിലെ പോലീസിനെ പറ്റി അഭിമാനകരമാണ്. കേസുകളിൽ മികച്ച വിജയം നേടുകയാണ്. പ്രതികളെ പിടിക്കുകയാണ്. ആസാമിൽ പോയിട്ടും എവിടെ പോയിട്ടും. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയ രീതിയിൽ ഗുണ്ടകളെയും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന ആളുകളെയും സമൂഹത്തിൽ വർഗീയത വളർത്തുന്നവരെയും എല്ലാം കയ്യോടെ പിടികൂടി കയ്യാമം വെച്ച് കൊണ്ടുപോവുകയാണ് ഈ ഗവൺമെന്റ്. അതിലൊക്കെ ഞങ്ങൾക്ക് അഭിഭാഷക സമൂഹത്തിൽ വളരെ അഭിനന്ദനം നൽകാനുണ്ട് ഈ ഗവൺമെന്റിന്. ഗവൺമെന്റ് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോലീസിനെ ഒരു മർദ്ദകോപാധിയായിട്ടല്ല കാണുന്നത്, മറിച്ച് ഒരു ജനകീയമായ പോലീസിംഗ് ആണ്. ശ്രീ രമേശ് ചെന്നിത്തല വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ്. മുൻപ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഓപ്പറേഷൻ കുബേരയാണ് കൊണ്ടുവന്നതെങ്കിൽ ഇത്തവണ ഓപ്പറേഷൻ തുഫാൻ. അപ്പോ ഈ പ്രവർത്തനങ്ങളെല്ലാം അഴിമതിക്കാരെ പിടിച്ചുകെട്ടാനും മയക്കുമരുന്ന് മാഫിയെ നിയന്ത്രിക്കാനുമുള്ള പ്രവർത്തനം വളരെ ശക്തമാണ്. പക്ഷേ ജനമൈത്രി പോലീസിൽ നിന്നും ഒരടി മുന്നിലേക്ക് നമുക്ക് പോകണം. അതിന് പോകണമെങ്കിൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ കൂടുതലായി പോലീസിലേക്ക് എടുക്കണം. പോലീസിലെ ഒഴിവുകൾ ഉടനടി നികത്തണം. പോലീസിൽ ആളില്ല, സ്റ്റാഫ് സ്ട്രെങ്ത് കുറവാണ്. പല സ്ഥലത്തും 15 ആൾ വേണ്ട സ്ഥലത്ത് 10 ആളേ ഉള്ളൂ. 3 വണ്ടി വേണ്ട സ്ഥലത്ത് 1 വണ്ടിയേ ഉള്ളൂ. ഡ്രൈവർ വേണ്ട സ്ഥലത്ത് ഡ്രൈവർ ഇല്ല. ടൈപ്പിസ്റ്റ് വേണ്ട സ്ഥലത്ത് ടൈപ്പിസ്റ്റ് ഇല്ല. അങ്ങനെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ കുറവുണ്ട്. അത് മാറ്റണം. അത് മാറ്റിക്കഴിഞ്ഞാൽ പോലീസിന് സ്ട്രെങ്ത് വരണം. സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാലോ പോലീസിന് പൂർണ്ണമായി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലീസിന് നൽകണം. ആ സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ എല്ലാവരെയും ഗുണ്ടകളെ ഒക്കെ പിടിച്ചു കെട്ടാൻ ഈ ഗവൺമെന്റ് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ബെറ്റർ പോലീസിംഗ് ആണ് ഈ ഗവൺമെന്റ് നയം. നല്ല പോലീസിംഗ്. കഴിഞ്ഞ ഗവൺമെന്റിന് ഉണ്ടായ പരാജയത്തിൽ പോലീസും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. തെരുവോരങ്ങളിൽ ആളുകൾ മേടിക്കുന്ന അടി, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ എത്ര തവണ ധർമ്മേന്ദ്ര പ്രധാനെ രാജിക്ക് നയിച്ചത് എന്താ കാരണം? ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നേരിട്ട വലിയ തോതിലുള്ള ആക്രമണമാണ്. ആ ആക്രമണം കാരണമാണ് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കേണ്ടി വന്നത്. ആക്രമണം ഏറ്റിട്ടും പെല്ലറ്റ് കൊണ്ടുള്ള പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള വെടിയുണ്ട ഏറ്റിട്ടും തളരാതെ നിന്ന വിദ്യാർത്ഥി ഐക്യത്തിന് മുന്നിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴിഞ്ഞു പോയത്. അതുപോലെ ഈ കേരളത്തിന്റെ മണ്ണിലും നവകേരള സദസ് വന്നപ്പോൾ നിരവധി സ്ഥലങ്ങൾ പ്രവർത്തനം നടത്തി. ഗവൺമെന്റ് അത് കണ്ടിട്ട് മുട്ടുമടക്കി പിന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് അത് ചെയ്തില്ല. ഒരു
വാശിപ്പുറത്താണ് ഗവൺമെന്റ് മുന്നോട്ട് പോയത്. സ്വാഭാവികമായും കഴിഞ്ഞ ഗവൺമെന്റിന്റെ പരാജയത്തിന് ഏറ്റവും വലിയൊരു കാരണം അവരുടെ പോലീസ് നയമുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പോളിറ്റിക്സ് നോക്കിയിട്ട് കേസെടുക്കലും, പോളിറ്റിക്സ് നോക്കി കേസ് കൈകാര്യം ചെയ്യലും, രക്തസാക്ഷികളെ സൃഷ്ടിക്കലും, ആ രക്തസാക്ഷികൾ ഉണ്ടാക്കുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി വലിയ വക്കീൽമാരെ കൊണ്ടുവരലും, അവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് കൊടുക്കലും, പുറമേ നിന്ന് വക്കീൽമാരെ കൊണ്ടുവന്ന് കൊലക്കേസ് പ്രതികളെ അവർക്ക് രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമവും എല്ലാം വലിയ തോതിൽ അപകടമാണ് കേരളത്തിന്റെ മനസ്സിൽ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറയുന്നത് ബെറ്റർ പോലീസിംഗ്. ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ഭാഗമാണ് ബെറ്റർ പോലീസിംഗ്. പോലീസുകാരന് വരുമ്പോൾ നല്ല പെരുമാറ്റം, കൃത്യമായ പെരുമാറ്റം. കൗൺസിലിംഗ് വേണ്ട ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അതിന് പാരാലീഗൽ വളണ്ടിയർമാരുടെ സർവീസ് അവിടെ പ്രയോജനപ്പെടുത്തണം. അത് ഉണ്ടായിരുന്നു നിന്നുപോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരാലീഗൽ വളണ്ടിയർമാരുടെ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ശാന്തമായി സമാധാനപൂർണ്ണമായി ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം പരിഹരിക്കാൻ കഴിയും. MACD വരുന്ന പ്രശ്നങ്ങളല്ല, അതുപോലെ ആക്സിഡന്റുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം എന്താ? മദ്യമാണ്. മദ്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, ഒരു പരിധി വരെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നാട്ടിലെ അക്രമങ്ങളും അതുപോലെ റോഡ് അപകടങ്ങളും എല്ലാം ഒഴിവാക്കാൻ കഴിയും. ഫാമിലി കുറെ കൂടെ സമ്പന്നമാവും. അതുപോലെ മയക്കുമരുന്നിന്റെ മാഫിയ തളയ്ക്കാൻ പറ്റിയാൽ നമ്മുടെ നാട് കുറെ കൂടെ നല്ല ഒരു നാടാക്കി മാറ്റാൻ പറ്റും. കേരളത്തെ അമേരിക്കൻ ജീവിത നിലവാരമാണ് കേരളത്തിൽ. പ്രവാസികളെല്ലാം പറയുന്ന, ബാക്കിയുള്ളവരൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്. ഹിന്ദിക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങളുടെ നാട് എങ്ങനെയുണ്ട് എന്ന് അവരോട് ചോദിച്ചാൽ മേം 7 സാൽ കേരള മേം കേരള അച്ഛാ ഹേ എന്നാണ് അവർ പറയണേ. ഞാൻ പോലും ഹിന്ദി പഠിച്ചത് അവരിൽ നിന്നാണ്. കാരണം അവരാണ് കേരളത്തിൽ ഭൂരിഭാഗം ഹോട്ടലുകളിലും എല്ലാ ശാലകളിലും അവരാണ്, എല്ലാ കടകളിലും അവരാണ് ജോലി ചെയ്യുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ പ്രവർത്തനങ്ങളിലും കേരളം മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തന്നെ ക്രമസമാധാന മേഖലയിൽ ഇന്ത്യക്ക് മാതൃകയാണ് കേരള പോലീസ്. ആ കേരള പോലീസിന്റെ തലയിലെ ഏറ്റവും വലിയ തൊപ്പിയായിരിക്കും മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ പദ്ധതി. ആ പദ്ധതി ഒരു സംശയമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഇച്ഛാശക്തിയുണ്ട്. അദ്ദേഹം ഓപ്പറേഷൻ കുബേര വിജയിപ്പിച്ച ആളാണ്, ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിച്ച ആളാണ്. അപ്പോ വിജിലൻസില് വളരെ കാര്യക്ഷമമാക്കിയ ആളാണ്. ആരെ പിടിച്ച് ഉള്ളിലിടാനും കുഴപ്പമില്ല. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ ഉള്ളിലായി, അർജുനായക്ക് ഉള്ളിലായി, എത്രയോ ഗുണ്ടകൾ ഉള്ളിലായി. DG മോഹൻദാസിനെ പിടിച്ച് കസ്റ്റഡിയിൽ എടുത്തു. അവരെ സംബന്ധിച്ച് കാസ്റ്റും ഗ്രീഡും പോളിറ്റിക്സ് ഒന്നും പ്രശ്നമില്ല. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഒരു നല്ല സൈനാണ് അതിന്റെ തുടക്കത്തിൽ വെച്ചിട്ടുള്ളത്. അത് അവസാനം വരെ ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥന. അവസാനം വരെ രാഷ്ട്രീയത്തിൽ അതീതമായി കശുവണ്ടിയിലെ മോഷണ കേസിലെ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കാൻ ഉത്തരവിട്ടു. പ്രോസിക്യൂഷൻ അനുമതി നൽകി. എല്ലാ കേസിലും ഏത് കേസെടുത്താലും പക്ഷപാതിത്വമില്ലാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട്. ശ്രീ VD സതീശനകത്തുള്ള ഗവൺമെന്റ്. അതുകൊണ്ട് ഗവൺമെന്റിന് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബാക്കി ശക്തികൾ ഇടപെട്ട് ഗവൺമെന്റ് നയം തിരുത്തി ഗവൺമെന്റിനെ കുഴപ്പത്തിലാക്കാതെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ, ജനങ്ങളുടെ പക്ഷത്തു നിന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മൈ പോലീസ് എന്ന് പറയുന്ന ഈ പദ്ധതി ഒരു വലിയ വിജയമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് എന്റെ അഭിപ്രായം.